ഈ ചടങ്ങിന്റെ കീനോട്ട് അവതരിപ്പിച്ചുകൊണ്ട് SYSന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട റഹ്മാൻ സഖാഫി ഉസ്താദ് സംസാരിക്കും. വേദിയിൽ ഉപവിഷ്ടരായ അതിഥികളും പ്രിയങ്കരായ നാട്ടുകാർ സുന്നി യുവജന സംഘത്തിന്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യം. ബിസ്മില്ലാ വൽഹംദുലില്ലാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാനികളെ, സമസ്ത കേരള സുന്നി യുവജന സംഘം കേരളത്തിലെ ആധികാരിക മത പണ്ഡിത സഭയുടെ യുവജന വിഭാഗം പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് സമൂഹത്തിൽ സ്തുത്യർഹമായ സേവനങ്ങൾ അർപ്പിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ്. SYS മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം, അത് കക്ഷി രാഷ്ട്രീയമോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമോ അല്ല. രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിലുള്ള പങ്കാളിത്തവും ഈ യുവജനതയുടെ കർമ്മശേഷിയെ ഈ രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കുക എന്നതുമാണ് SYS മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. അതിന്റെ ഭാഗമായി ചേർത്തു പിടിക്കേണ്ടവരെയല്ല ചേർത്തു പിടിക്കുന്ന കർമ്മ പദ്ധതികളും പരിപാടികളുമാണ് SYS ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഏകദേശം 50-ലധികം ഏരിയകളിലായിട്ടാണ് SYSന്റെ പ്രവർത്തനം. അതിലൊരു വകുപ്പ് മാത്രമാണ് സാന്ത്വനം എന്ന് പറയുന്നത്. സാന്ത്വനത്തിന്റെ കീഴിലായി സംസ്ഥാനത്തുടനീളം 6000 പ്രത്യേകം പരിശീലനം നേടിയ വളണ്ടിയർമാർ, 15,000 യൂണിറ്റ് തലങ്ങളിലുള്ള വളണ്ടിയർമാരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ യുവജന ശക്തി ഈ നാടിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു പരിച്ഛേദമാണ് നേരത്തെ വാഴക്കാട് യൂണിറ്റിൽ നടന്നു വരുന്ന സാന്ത്വന സേവന പ്രവർത്തനങ്ങളുടെ ഒരു നേർചിത്രം സ്വാഗത ഭാഷണത്തിൽ ഇവിടെ വരച്ചു കാണിച്ചു. അത് കേരളത്തിലുടനീളം ഇതുപോലെ 3000 ചില്ലാനം സാന്ത്വന കേന്ദ്രങ്ങൾ ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. 7000-ഓളം വരുന്ന യൂണിറ്റുകളിലേക്ക് അത് വ്യാപിപ്പിക്കാനുള്ള വിപുലമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സാന്ത്വന കേന്ദ്രം കേന്ദ്രീകരിച്ചും സാന്ത്വനം ക്ലബ്ബുകൾ പ്രവർത്തിച്ചു വരുന്നു. ആ സാന്ത്വനം ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ നേരത്തെ പറഞ്ഞ എല്ലാ സേവന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന് പ്രചോദനമായിട്ടുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ മാത്രമാണ്. നാം താമസിക്കുന്ന സമൂഹത്തോടും നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളോടും മനുഷ്യന് കടപ്പാടുകൾ. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന. പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരാശയം, ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനെ നിങ്ങൾ വണങ്ങുകയും അവനെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്ന് ഉദ്ഘോഷിച്ചതിന്റെ ഉടനെ സമൂഹത്തിൽ മനുഷ്യർ ചേർത്ത് പിടിക്കേണ്ടവരെ എണ്ണി പറയുന്നത് കാണാം. അതിലേറ്റവും അധികം നമുക്ക് ബാധ്യതയുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബന്ധുക്കളാണ് രണ്ടാമത് നമ്മൾ പരിഗണിക്കേണ്ടത്. നമ്മുടെ അയൽവാസികളാണ് മൂന്നാമത്തെ വിഭാഗം, അനാഥകളാണ് നാലാമത്തെ വിഭാഗം, അഗതികളാണ് അഞ്ചാമത്തെ വിഭാഗം. ഇങ്ങനെ നമ്മളെ സുഹൃത്തുക്കളാണ് ആറാമത്തെ വിഭാഗം. അങ്ങനെ തുടങ്ങി അവസാനമായി പറയുന്നത് നിങ്ങളുടെ നാട്ടിലൂടെ യാത്ര പോകുന്ന ആളുകളോട് നിങ്ങൾക്ക് കടപ്പാടുകളുണ്ട്. ഈ വഴിക്ക് യാത്ര പോകുന്ന ഒരാളുടെ വാഹനം പഞ്ചറായി പോയ അപകടത്തിൽ അവരെ രക്ഷിക്കുകയും എത്തിക്കേണ്ടടുത്ത് എത്തിക്കുകയും ചെയ്യുക എന്നത് ഉൾപ്പെടെ നമ്മുടെ കടമയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു.
പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ആവശ്യമായ എല്ലാ സാന്ത്വന സേവന പ്രവർത്തനങ്ങളും മതം തന്നെ നിർദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ SYS-ന് വേറെ ഐഹികമായ താല്പര്യങ്ങളൊന്നുമില്ല. ഏതെങ്കിലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭൗതികമായ എന്തെങ്കിലും നേടിയെടുക്കുകയോ ചെയ്യുക എന്നത് ഇതിന്റെ ലക്ഷ്യമല്ല. മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ നിർവഹിക്കേണ്ട ദൗത്യമായിട്ടാണ് ഈ സേവന പ്രവർത്തനങ്ങളെ മുഴുവനും SYS കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് രോഗികൾക്ക് ആശ്വാസം പകരുക എന്നത് പരിശുദ്ധ ഇസ്ലാം ഏറെ പ്രതിഫലാർഹമായി പ്രഖ്യാപിച്ച ഒരു സൽക്കർമ്മമാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹഖ്. ഒരു വിശ്വാസിക്ക് മറ്റൊരാളുടെ മേൽ 6 കടപ്പാടുകളുണ്ട്. അതിലൊന്നാണ് ഇദാ മരിള ആദ, അവന് അസുഖബാധിതനായാൽ അവനെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുക എന്ന് നമ്മുടെ ബാധ്യതയാണ്. നിരാലംബരായ രോഗികളെ സഹായിക്കുകയും കൂട്ടിരിപ്പിന് ആളില്ലാത്തവർക്ക് കൂടെ നിന്ന് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം കാണാം. തന്റെ ഭൃത്യനോടൊപ്പം ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയാണ്. നാടിന്റെ ഭരണാധികാരിയാണ് മഹാനവർ. ആ സമയത്താണ് ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ നിലവിളി കേൾക്കുന്നത്. ആ വീട്ടിലേക്ക് കയറി ചെന്ന് എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ അവർ പ്രസവ വേദന കൊണ്ട് ഉളഞ്ഞ് കരയുകയാണ്. ഭർത്താവാകുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഈ പരിസരത്ത് ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല, അതുകൊണ്ട് ഇവരെ പ്രസവമെടുക്കാൻ ആരുമില്ലാത്തതിലാണ് ഞങ്ങൾക്ക് ഏറെ ഭീതിയുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നേരെ ചെന്നത് സ്വന്തം വീട്ടിലേക്കാണ്. അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ആ ഉമ്മു കുൽസൂം എന്ന മഹദിയെ കൂട്ടിക്കൊണ്ടുവരികയും തന്റെ ആ നാടിന്റെ ഭരണാധികാരിയുടെ ഭാര്യയെ ഒരു ഗ്രാമീണന്റെ ഭാര്യയുടെ പേറ്റെടുക്കാൻ വേണ്ടി നിയോഗിക്കുകയും ചെയ്തതാണ് നമ്മളെ മുമ്പിലുള്ള മാതൃക. അതുകൊണ്ട് തന്നെ SYS-ന്റെ പ്രവർത്തകന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്തുത്യർഹമായ സേവനങ്ങളെ മനസ്സിലാക്കിയ ആളുകൾ അതിനോട് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിവിടെ പുനർനിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് കൂടുതൽ നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.